ഈ ബിനു വാഴമുട്ടം എന്നൊക്കെ പറയുന്നവൻ അവിടെ ഇവിടെയും കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടം പണിക്ക് ഈ കുഞ്ഞുങ്ങളെ വിടുകയാണ്. ഇത്ര ഗുരുതരമായ പ്രശ്നം, അതെ, ഈ പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ഇത്ര ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടും ഈ ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണിയുടെ ഒരു സിംഗിൾ നേതാവ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് ഈ ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ ഈ ഫ്രോഡിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ്. ഇവൻ ആരാണ്? ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്നവന്റെ സ്ഥാപനത്തിൽ നടന്നേക്കുന്ന സംഭവങ്ങൾ എന്താണ്? കേരളത്തിന്റെ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണ്ടേ? അവിടെ 17-കാരൻ കൊടിയ പീഡനത്തിന് ഇരയായിരിക്കുകയാണ്. ആ 17-കാരന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ പാസ്റ്റർമാർ നടത്തുന്ന സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിനു ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് എന്താണ് പറയുന്നത്? അത് ആ 17 വയസ്സുള്ള കുഞ്ഞിന്റെ മാത്രം പ്രശ്നമല്ല, ആ കുട്ടി മാത്രമല്ല ഇത്തരം പീഡനം നേരിട്ടിരിക്കുന്നത്. അവിടെ നടക്കുന്നത് പുറത്തു പറഞ്ഞാൽ അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതായത് ഈ ബിനു വാഴമുട്ടം എന്നൊക്കെ പറയുന്നവൻ അവിടെ ഇവിടെയും കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടം പണിക്ക് ഈ കുഞ്ഞുങ്ങളെ വിടുകയാണ്. ഇത്ര ഗുരുതരമായ പ്രശ്നം, അതെ, ഈ പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ഇത്ര ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടും ഈ ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരളത്തിലെ ഇടത് വലത് മുന്നണിയുടെ ഒരു സിംഗിൾ നേതാവ് പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട MLA ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ അബിൻ വർക്കിയല്ലേ, അബിൻ വർക്കിക്ക് നിലപാടുണ്ടോ ഈ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്യണമെന്ന്? ഇവന്റെ കൂടെ നിൽക്കുന്ന പടം വന്നിട്ടുണ്ട്. അതെ.